ഓർമ്മയുണ്ട് 1994 നവംബർ മാസം 23-ാം തീയതി രാത്രി കോഴിക്കോട് ജില്ലാ ഓഫീസ് സെക്രട്ടറിയെ ആരോ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 24-ാം തീയതി നവംബർ 24-ാം തീയതി കോഴിക്കോട് ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു CPM. ആ നവംബർ 24-ന്റെ ഹർത്താലിന്റെ മറവിൽ കോഴിക്കോട് ജില്ലയിൽ അരങ്ങേറിയിട്ടുള്ള കലാപങ്ങൾ ഇന്നും കോഴിക്കോടുകാർ മറന്നിട്ടില്ല. അതിന്റെ പേരിൽ ഒരു നിരപരാധിയായിട്ടുള്ള അക്കത്തിലെ MP കുമാരൻ എന്ന് പറയുന്ന ഒരാൾ പിറ്റേ ദിവസം കൊല്ലപ്പെടുന്ന പോലും ഉണ്ടായി. കോഴിക്കോട് ജില്ല മുഴുവൻ അന്ന് കലാപം അഴിച്ചുവിട്ടു. പക്ഷേ ഞാൻ ഇപ്പോഴും പൊതുജനങ്ങളോടും മാധ്യമപ്രവർത്തകരോടും അഭ്യർത്ഥിക്കുകയാണ്, അന്നത്തെ 1994 നവംബർ 23-ാം തീയതി രാത്രി നടന്നു എന്ന് പറയുന്ന അക്രമം അത് വ്യാജമായിരുന്നു. ആ കേസ് പോലും പിന്നെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇതേപോലെ ഇവിടെ ഒരു വ്യാജ പ്രചരണം നടത്തി കലാപമുണ്ടാക്കി ഈ കോഴിക്കോടിനെ സംഘർഷഭൂമിയാക്കാനുള്ള പരിശ്രമമാണ് CPMന്റെ നേതാക്കന്മാര് നടത്തിയിട്ടുള്ളത്. ഇത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. ഏതായാലും സത്യം തെളിഞ്ഞു, ജനങ്ങൾക്കൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. പക്ഷെ ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരുന്നുകൊണ്ട് MLA-മാര്, CPMന്റെ സെക്രട്ടേറിയറ്റ് അംഗത്തെ പോലുള്ള ആളുകൾ, കൈരളി ചാനല് ഈ പൊതുസമൂഹത്തോട് പ്രതിബദ്ധത തെളിയിക്കേണ്ട ആളുകളാണ് ഈ തരത്തില് നീചമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവർക്കെതിരായിട്ട് IT ആക്ട് അനുസരിച്ച് IPC ആക്ട് അനുസരിച്ച് നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങളിതിപ്പോ ഇവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുള്ളത്. ഈ പരാതി തീർച്ചയായിട്ടും റൂറൽ SP-ക്കും ഞങ്ങൾ കൈമാറും. അതേപോലെ തന്നെ കൈരളി ചാനൽ പോലുള്ള മാധ്യമങ്ങളും ഈ പ്രചരണം നടത്തിയിട്ടുണ്ട്. ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർക്ക് ഇതിനെതിരായിട്ട് പരാതി നൽകണമെന്നുകൂടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്.